അപ്പോഴേ ഞാനിന്ന് അച്ചിങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് അച്ചിങ്ങ കിട്ടി. അച്ചിങ്ങക്ക് അല്പം വിലക്കുറവായിരുന്നു, കിലോ 40 രൂപയുള്ളൂ. അപ്പോൾ 1 കിലോന്നധികം ഉണ്ട് അച്ചിങ്ങ വാങ്ങിച്ച്. അപ്പോൾ ഇത് ചെമ്മീനിട്ടാണ് ഞാൻ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ചിങ്ങയൊക്കെ നന്നായിട്ട് കഴുകി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്, ചട്ടി കാനിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി ചതച്ചതാണ്, ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം 10-12 അല്ലി ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഒപ്പം ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചതാണ്, വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അധികം ഒരു 10-12 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ചതച്ചാണ് ഇടുന്നത്. അപ്പോൾ ഇതൊന്ന് വാടട്ടെ. നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ഈ 3-4 പച്ചമുളക് ഉണ്ടമുളകാണ്, നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഈ മുളക് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നില്ല, എരിവിന് പച്ചമുളക് മാത്രം. കൂടാതെ അല്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അങ്ങനെ മൊരിഞ്ഞു പോകണ്ട, ഒന്ന് വാടിക്കിട്ടിയാൽ മതി. അപ്പോൾ ഇത് ആവശ്യത്തിന് ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും ഇങ്ങനെ ചതച്ചിടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ വെളുത്തുള്ളിയുടെയൊക്കെ നീരിറങ്ങി കഴിയുമ്പോൾ അച്ചിങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനെപ്പോഴും ഇങ്ങനെ ചതച്ചേ ഇടാറുള്ളൂ, ചതച്ചിടുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല അച്ചിങ്ങയ്ക്കൊക്കെ നല്ല രുചിയായിരിക്കും. ഇതോടൊപ്പം നമുക്കിപ്പോൾ വെളുത്തുള്ളിയും ഉള്ളിയും മുളകും ഒക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതാണ്. അധികം ചെമ്മീൻ വേണ്ട, ഒരു 5-8 ചെമ്മീനുണ്ട്, അതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വച്ചിരിക്കുന്ന അച്ചിങ്ങ ഇതാണ്, അച്ചിങ്ങപ്പയർ. ഇത് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രഷ് അച്ചിങ്ങയാണ്, അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കാം. കഴുകി വാരി വച്ചിരിക്കുന്നതാണ്. അപ്പോൾ അച്ചിങ്ങയമ്മേ തന്നെ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഇതുണ്ടാവും. അപ്പോൾ ഇനി വകയിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമ്മളിത് ഏറ്റവും ലോയിലിട്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അച്ചിങ്ങ നോക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടോ ഞാൻ മൂടി വെച്ചിട്ട്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ചെറുതായിട്ടൊരു അച്ചിങ്ങയിൽ ഇറങ്ങി വന്ന ആ വെള്ളമുണ്ട്. അപ്പോൾ ഒന്നും കൂടി റെഡി ആവാനുണ്ട്. ഒരു 5 മിനിറ്റും കൂടി നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകമാണ്, ഞാൻ നോക്കിയിരുന്നു. മൂടി വെക്കട്ടെ. നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് വരട്ടി ഏതാണ്ട് ഓക്കെ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി അച്ചിങ്ങയൊക്കെ നന്നായിട്ട് ഉലന്നിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്, ഉപ്പൊക്കെ പാകമാണ്, ഞാൻ നോക്കിയിരുന്നു. നമ്മുടെ അച്ചിങ്ങ മെഴുക്ക് വരട്ടി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒപ്പം അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് എൻ്റെ കറിവേപ്പില തന്നെയാണ്, അപ്പോൾ കുറച്ചുണ്ട്, അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രുചിയേറിയ അച്ചിങ്ങയും ചെമ്മീനും കൂടി ഇട്ട് വെച്ച മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഓക്കെ.